ചെല്ലണത്. വിശ്വാസ പ്രമാണത്തിനകത്ത് നല്ല TMD ഉള്ളതാണ്, നല്ല ഇന്ധനമുള്ളതാണ്. പക്ഷെ നമ്മളത് ഒരു പ്രാർത്ഥന പോലെയാണ് ചെല്ലൊക്കെ. വിശ്വാസ പ്രമാണം പ്രാർത്ഥന പോലെ ചെല്ലാൻ പറ്റത്തില്ല. അതൊരു പ്രഖ്യാപനമാണ്, പ്രൊക്ലമേഷൻ പ്രെയറാണത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പ്രഖ്യാപിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിനോട് മറുചോദ്യം ചോദിച്ച് വെദർ ഐ ആം ബിലീവ് ഇൻ ഓർ നോട്ട്, അതർവൈസ് ഇറ്റ് ഈസ് എൻ ഓട്ടോമാറ്റിക് റെസിറ്റേഷൻ. അങ്ങനെ നമ്മൾ മനസ്സിനോട് തന്നെ മറുചോദ്യം ചോദിച്ച് ഉറപ്പ് വരുത്തരുത്. എന്താണ് ഞാൻ ഈ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നുണ്ടോ? അതിൻ്റെ ഏറ്റവും വലിയ ടോപ്പ് എന്താണ്? ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്നാണ്. ശരിക്കും ആ ഏകദൈവത്തിൽ ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൻ്റെ അതൊരു മാനസിക നിലപാടാണ്. അത് ഇങ്ങനെ ഗ്രോത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രായമാകുന്നതനുസരിച്ചുകൊണ്ട് അതും ഇങ്ങനെ വിശ്വാസം വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതേസമയം തന്നെ നമ്മൾ ബലം പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നീട് പറയുന്നത് എന്താണ്? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെന്താ പറയണത്? അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ എന്നൊക്കെ അങ്ങനെ ചൊല്ലിപ്പോകാൻ പറ്റത്തില്ല. ഈ പുത്രൻ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് പറയണത്? പരിശുദ്ധാത്മാവിനാൽ. അങ്ങനെ പറയുമ്പോൾ കൈകൾ കൂപ്പി കണ്ണ് നിറഞ്ഞ് തല കുനിച്ചൊക്കെയാണ് ഞങ്ങൾ പറയണത്. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച് കന്യാമറിയത്തിന് പിറന്ന് പറയുമ്പോൾ മുട്ടി നിൽക്കണം. അതാ വിഷയം. വിശ്വാസ പ്രമാണം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന സംഭവം അല്ലത്. ഇറ്റ് ഈസ് മോർ ദാൻ ദാറ്റ്. ഒരു ജന്മം മൊത്തം നമ്മൾ ജീവിച്ചാലും ഈ വിശ്വാസ പ്രമാണത്തിൽ നിന്ന് ഇങ്ങനെ ദൈവാനുഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇവളോട് പറയണത്. നീ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ വിശ്വാസത്തോടെ ചെല്ലുക, ബാക്കിയുള്ളത് അവിടെ ഡൽഹി വെച്ച് നമുക്ക് കാണാമെന്ന് പറയും. അത്രയും കറക്റ്റായിട്ടാണ് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നിൻ്റെ ആത്മീയ കാര്യങ്ങൾ, ദൈവമായിട്ടുള്ള ബന്ധം, കണക്ഷൻ പോകാൻ നോക്കാൻ പറയും. അത് എൻ്റെ മക്കളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതാണ്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ ഉടമ്പടി വഴി ദൈവമായിട്ട് ഉഭയകക്ഷി ബന്ധമാണ് തന്നിരിക്കുന്നത്. ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവം നമ്മളോട് കാണിക്കുന്ന അതേ ബന്ധത്തിൻ്റെ ആക്കത്തൂക്കം അനുസരിച്ച് നമ്മൾ അതിൽ തിരിച്ച് കാണിക്കണം. ഇവിടെയാണ് മേരി മാഗ്ഡലിൻ ശരിക്കും വേറെ ഒരു തലത്തിലേക്ക് പോണത്. കാര്യം എല്ലാവരും കിടന്നുറങ്ങുമ്പോഴും മേരി മാഗ്ഡലിൻ ഒറ്റയ്ക്ക് എഴുന്നേറ്റിരിക്കുകയാണ് വെളുപ്പിനെ രാത്രി. എന്നിട്ട് കുന്തിരിക്കവും അകിലും മീറയും എടുത്ത് ഇടിച്ച് കുറുക്കി അതൊരു പാത്രത്തിലാക്കി. അത് 2-3 കിലോ വേണം ആ സാധനം. അപ്പോൾ എന്ത് കഷ്ടപ്പെട്ട് കാണാൻ കക്ഷി. അതെല്ലാം എടുത്ത് ചുവന്ന് വെളുപ്പിനെ പോവുകയാണ്. ആൾക്കാർ എഴുന്നേക്കണ മുമ്പ് പോകണം ഈ സാധനം തരും.